ഇടഞ്ഞു നിൽക്കുന്ന ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ നീക്കവുമായി CPIയും കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിന്റെ വീട്ടിലെത്തി. പ്രേംകുമാർ വീട്ടിലില്ലാതിരുന്നതിനാൽ കൂടിക്കാഴ്ച നടത്താനാകാതെ കടകംപള്ളി മടങ്ങി. ദേവൻ MP നൽകും വിവരങ്ങൾ. ദേവൻ, അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായതോ, പക്ഷേ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കണം. തീർച്ചയായും അരുണ്യ, ഇടഞ്ഞു നിൽക്കുന്ന പ്രേംകുമാറുമായി ഒരു അനുനയ നീക്കത്തിന് തന്നെയാണ് CPM ശ്രമിച്ചത്. അതിന് തന്നെയാണ് നേരിട്ടിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി, പ്രേംകുമാറിന്റെ വീട്ടിലെത്തി കാണാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ MLA പ്രേംകുമാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഫോണിൽ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഇന്നിപ്പോൾ രാത്രിയോട് കൂടി നേരിട്ട് വീട്ടിലെത്തി ഒരു സന്ദർശനം നടത്തി, അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ രാത്രി ഏകദേശം 8 മണിയോട് തന്നെ കോൺഗ്രസിന്റെ യുവജന നേതാവും ഒപ്പം തന്നെ KPCC നിർവാഹക സമിതി അംഗമായിട്ടുള്ള JS അഖിൽ ഈ പ്രേംകുമാറിന്റെ വീട്ടിലെത്തി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുൻപായിട്ടാണ് ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രേംകുമാർ ഇന്ന് വൈകുന്നേരത്ത് മുതൽ ഇന്ന് ഈ കഴക്കൂട്ടത്തുള്ള വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വൈകുന്നേരം വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം വൈകുന്നേരത്ത് കൂടി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി എന്നാണ് അതിന്റെ അയൽപക്കത്തുള്ളവരെല്ലാം തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രേംകുമാറുമായി നമ്മൾ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പ്രേംകുമാർ തന്നെ വ്യക്തമാക്കിയതാണ് ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് പോകുന്നതിനുള്ള ഒരു സാധ്യത പൂർണ്ണമായും പ്രേംകുമാർ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുമായി സംസാരിച്ചിട്ടുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഇടത് നേതാക്കളുമായി സംസാരിച്ചിട്ടുള്ള കാര്യം കൂടി പ്രേംകുമാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് കോൺഗ്രസിലേക്കുള്ള പ്രേംകുമാറിന്റെ ഒരു പോക്കിനെ നമുക്കിപ്പോഴും അതിന്റെ സാധ്യതയെ നമുക്കിപ്പോഴും ഒഴിവാക്കാൻ കഴിയില്ല. ഒരുപക്ഷെ കൂടുതൽ ചർച്ചകൾ ഒരുപക്ഷെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രേംകുമാർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് തന്നെ എത്തുമെന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം തന്നെ ഈ പ്രേംകുമാറെ തന്നെ കൂടുതൽ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു ചർച്ച നടത്തിക്കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്താൻ തന്നെയാണ് CPM തീരുമാനം. അരുണ്യ, ശരി. ദേവൻ MP യാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.